നീ എത്തിയോ? ഭാനുവിന് കുറവുണ്ടോ? അവരെത്തിയോ? അകത്തേക്ക് കയറി വന്നവനോട് ജലജ ചോദിച്ചു. കുറവൊന്നും കാണുന്നില്ല. അച്ചാച്ചൻ അടുത്ത് തന്നെയുണ്ട്. ഞാനൊന്ന് കിടക്കട്ടെ, അമ്മയോട് പറഞ്ഞുകൊണ്ട് വംശി സ്റ്റെപ്പുകൾ കയറാൻ തുടങ്ങിയതും ജലജ പുറകിൽ നിന്നും വിളിച്ചു. അനന്തനും കല്ലുമോളും എത്തിയോ? ഇല്ല പറഞ്ഞുകൊണ്ട് അമ്മയൊന്ന് നോക്കി വംശി സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി. വംശി പോയി കഴിഞ്ഞതും ഉച്ചത്തേക്ക് വേണ്ട കഞ്ഞിയും കുറച്ച് ചമ്മന്തിയും വേഗം ഉണ്ടാക്കാൻ തുടങ്ങി ജലജ. അനന്തൻ്റെ അമ്മ ഭാനുവിന് കുറച്ചു ദിവസമായുള്ള ശീലമാണ് കഞ്ഞിയും ചമ്മന്തിയും. ചിലപ്പോൾ രോഗം മൂർച്ഛിച്ചതുകൊണ്ടാകാം, അതുമാത്രമേ ഇപ്പോൾ അവർക്ക് ഇറങ്ങുന്നുള്ളൂ. ചെമ്പകശ്ശേരി മുറ്റത്ത് കാറ് വന്നു നിൽക്കുമ്പോൾ 3 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ കഴുത്തിലെ താലി പൊട്ടിച്ച് വംശിയേട്ടൻ്റെ മുഖത്തേക്കെറിഞ്ഞ ഏട്ടനെയായിരുന്നു കല്യാണി ഓർത്തത്. അവിടെ നിന്നും ഇന്ന് വരെയുള്ള ഓരോ നിമിഷങ്ങളും അവരുടെ മനസ്സിലേക്ക് കടന്നു വന്നു. സന്തോഷവും സങ്കടവും വേദനയും നിറഞ്ഞ ദിവസങ്ങൾ. കല്ലു, ഇറങ്ങുന്നില്ലേ? മിത്ര തൊട്ട് വിളിച്ചപ്പോഴായിരുന്നു അവൾ ആലോചനയിൽ നിന്നും ഉണർന്നത്. അവൾ ഒന്നുകൂടി ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ഏട്ടനെയും കോ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ഏട്ടത്തെയും നോക്കി. മിത്രയും അനന്തനും ഇറങ്ങിയതും കല്യാണിയും 3 വർഷങ്ങൾക്ക് ശേഷം ആ മണ്ണിൽ കാലുകുത്തി. നിങ്ങളെത്തിയോ? ഭാനു കാത്തിരിപ്പാ നിങ്ങളെ. കാറിന്റെ ശബ്ദം കേട്ട് പുറത്തേക്കിറങ്ങി വന്ന മുത്തശ്ശൻ പറഞ്ഞതും അനന്തൻ മുത്തശ്ശനെ പോയി ആഞ്ഞു പുണർന്നു. എന്താ കുട്ടി, എന്തു പറ്റി? ഭാനുവിൻ്റെ കാര്യം ഓർത്തിട്ടാണോ? കഴിഞ്ഞ തവണ മോൻ വന്നതിനേക്കാൾ ഇപ്പോൾ അല്പം മാറ്റമുണ്ട് ഭാനുവിന്, അനന്തനോട് പറയുന്നതിനോടൊപ്പം മുത്തശ്ശൻ്റെ കണ്ണുകൾ കല്യാണിയിലേക്കെത്തി. എൻ്റെ കുട്ടി ഈ മുത്തശ്ശനെ മറന്നോ? അനന്തൻ്റെ അരികിൽ നിന്നും അവൻ്റെ തൊട്ടു പിറകിലായി നിൽക്കുന്ന കല്യാണിയുടെ അരികിലേക്ക് മുത്തശ്ശൻ വന്നു. മറക്കാൻ കഴിയുമോ എൻ്റെ മുത്തശ്ശനെ? ഈ നാട്ടിലേക്ക് വരാൻ തോന്നിയില്ല മുത്തശ്ശ. ചെറു കണ്ണുനീരോടെ കല്യാണി പറയുമ്പോൾ മുത്തശ്ശൻ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. ഒപ്പം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കല്യാണിയുടെ പുറകിലേക്കും ഒപ്പം മിത്രയുടെ ചൂട് പറ്റിക്കിടക്കുന്ന കുഞ്ഞിലേക്കും എത്തി. അവരൊന്നും വന്നില്ലേ? നിരാശയായിരുന്നു ആ ചോദ്യത്തിൽ. കാണാൻ ആഗ്രഹിച്ചതാ. വരും, ഇന്ന് എക്സാമാണ്, ഡ്യൂട്ടി കഴിഞ്ഞാൽ നൈറ്റ് തിരിക്കും. ചെറുപുഞ്ചിരിയോടെ കല്യാണി പറഞ്ഞതും മുത്തശ്ശൻ അവളെ വാത്സല്യത്തോടെ തലോടി. ഒപ്പം അവളുടെ നെറുകയിലെ ചുവപ്പിലേക്കും കഴുത്തിലെ താലിയിലേക്കും മുത്തശ്ശൻ്റെ കണ്ണുകൾ ചെന്നെത്തി. ഒരു നാൾ വലിച്ചെറിയപ്പെട്ട താലി മറ്റൊരു കൈയാൽ തൻ്റെ കൊച്ചുമകളുടെ കഴുത്തിൽ കിടക്കുന്നത് മുത്തശ്ശനെ ഏറെ സന്തോഷിപ്പിച്ചു. വാ മോളെ, ഭാനു കാത്തിരിപ്പുണ്ട്, മുത്തശ്ശൻ പറഞ്ഞുകൊണ്ട് മിത്രയുടെ കയ്യിലുള്ള കുഞ്ഞിനെ ഒന്ന് തലോടി. എല്ലാവരും അകത്തേക്ക് കയറി. 3 വർഷങ്ങൾക്ക് ശേഷം ചെമ്പകശ്ശേരി തറവാട്ടിലേക്ക് വരുമ്പോൾ പല അസ്വസ്ഥതകളും കല്യാണിയെ തേടി എത്തിയിരുന്നു. ആ തറവാടിൻ്റെ ഓരോ മൂലകളും വേദനിച്ചു കരയുന്ന കുഞ്ഞു കല്യാണിയെയാണ് അവൾ കണ്ടത്. ഏട്ടനറിയാതിരിക്കാൻ സങ്കടങ്ങൾ ഒതുക്കിപ്പിടിച്ച കല്യാണിയെ, അമ്മയുടെ ദേഹോപദ്രവത്തിനുപരി മാനസിക ഉപദ്രവവുമേറ്റ കുഞ്ഞു കല്യാണിയെ അവൾ അവിടെയൊക്കെ കണ്ടു. എത്ര തന്നെ വേണ്ടെന്ന് വെച്ചിട്ടും കല്യാണിയുടെ കണ്ണുകൾ നിറഞ്ഞു. വാ മോളെ, കണ്ണുനീരോടെ നിൽക്കുന്ന കല്യാണിയെ അനന്തൻ വിളിച്ചു. തൻ്റെ കണ്ണുനീർ അമർത്തി തുടച്ച് ഏട്ടൻ്റെ പുറകെ അവൾ വന്നു. അമ്മയുടെ മുറിയിലേക്കാണെന്ന് അവൾക്ക് മനസ്സിലായി. അടങ്ങിയിരിക്കുന്ന വാതിൽ തുറന്നതും കാണുന്ന കാഴ്ചയെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കല്യാണിക്ക്. ചെമ്പകശ്ശേരി ഭാനുമതിയുടെ ഒരു രൂപമാണോ ആ കട്ടിലിൽ കിടക്കുന്നത് എന്ന് പോലും ചിന്തിച്ചുപോയി കല്യാണി. വാ, അനന്തൻ വിളിച്ചതും അവളും ആ റൂമിലേക്ക് കയറി. ശബ്ദം കേട്ടിട്ടാണെന്ന് തോന്നുന്നു ഉറക്കത്തിൽ നിന്നും ഭാനുമതിയമ്മ പതിയെ ഉണർന്നു. കൺമുന്നിൽ നിൽക്കുന്നവരെ കണ്ടതും ആ അമ്മയിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു. നിങ്ങൾ വന്നോ? കുറേ നേരം ഞാൻ കാത്തു നിന്നു. മരുന്ന് കഴിച്ചപ്പോൾ ചെറിയൊരു മയക്കത്തിലേക്ക് പോയി. എവിടെ മോൻ? അനന്തനോട് ചോദിക്കുന്നതോടൊപ്പം തൻ്റെ കൊച്ചുമോനെ അന്വേഷിച്ചു ഭാനുമതിയമ്മ. അനന്തൻ അമ്മയുടെ അരികിൽ നിന്ന് നീങ്ങിയതും ഭാനുഅമ്മയുടെ കണ്ണുകളിൽ കണ്ടു സിന്ദൂരവും താലിയും അണിഞ്ഞു നിൽക്കുന്ന കല്യാണിയും കുഞ്ഞിനെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന മിത്രയും. കല്യാണിയെ കണ്ടതും ഒരു വേള ഭാനുമതി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തോ കല്യാണിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നില്ല. ചിലപ്പോൾ ആ കിടക്കുന്നയാളിൽ നിന്നും ഒരുപാട് ഉപദ്രവം ഏറ്റുവാങ്ങിയത് കൊണ്ടാകാം, എപ്പോഴൊക്കെയോ വെറുത്തത് കൊണ്ടാകാം. മോളെ, വിളറി പുഞ്ചിരി നൽകിക്കൊണ്ട് ഭാനുമതി അമ്മ കല്യാണിയെ വിളിച്ചതും കല്യാണി നിന്നെടുത്തു നിന്നും നോക്കിയതല്ലാതെ ഒന്നും ഉരിയാടുകയോ മറ്റു ഭാവങ്ങളോ ഉണ്ടായിരുന്നില്ല. താനേറ്റ വേദനകൾ, മനസ്സിൻ്റെ പിടച്ചിൽ, ശരീരത്തിൻ്റെ മുറിവുകൾ മറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കല്യാണിക്ക്. എന്നോട് ദേഷ്യമുണ്ടോ മോക്ക്? ഭാനുഅമ്മ ചോദിച്ചതും അപ്പോഴും ഒരു മറുപടിയും നൽകിയില്ല കല്യാണി. മോളുടെ ആള് വന്നിട്ടില്ലേ? എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. ഇനി എത്രയെന്ന് വെച്ചേ കിടപ്പ്? എല്ലാവരോടും ചെയ്ത ദ്രോഹത്തിന് കിട്ടിയതാ എനിക്ക് ഈ രോഗം. അല്ല, മോളോട് കാട്ടിയ നെറുകേടിന് ദൈവമായി എന്നെ ശിക്ഷിച്ചതാ. മരിക്കുന്നതിന് മുമ്പ് മോളെ കണ്ടത് മാപ്പ് പറയണമെന്നുണ്ടായിരുന്നു. ചെയ്തു പോയ തെറ്റിനെല്ലാം ഈ അമ്മ മാപ്പ് ചോദിക്കുകയാണ്. എൻ്റെ സ്വാർത്ഥത കാരണം മോൾ ഒരുപാട് വേദനിക്കപ്പെട്ടു.
ആരും അറിയാതെ തന്നെ മോളെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചു, ഭീഷണിപ്പെടുത്തി. എല്ലാം ഏറ്റുപറയുകയാണമ്മ. അമ്മയോട് ക്ഷമിക്കണേ മോളെ. ഭാനുവമ്മ അത്രയും പറഞ്ഞതും കല്യാണി ആ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു. വേദനയോടെ ആ കാഴ്ച നോക്കി നിന്നതല്ലാതെ ഭാനുവമ്മ മറ്റൊന്നും പറഞ്ഞില്ല. മോൾക്ക് മറക്കാൻ കഴിയുന്നുണ്ടാകില്ല അമ്മേ. അത്രമാത്രം മോളെ അമ്മ വേദനിപ്പിച്ചിരുന്നില്ലേ? വിക്കി രാത്രി വരും, അവൻ്റെ അമ്മയും ഉണ്ടാവും. 2 ദിവസം ഇവിടെ നിന്നിട്ട് എല്ലാവരും പോകും. നമ്മുടെ കല്യാണിയല്ലേ, അവൾക്ക് പിണക്കം നടിച്ച് നടക്കാനൊന്നും കഴിയില്ല. അമ്മ കണ്ടു, 1-2 മണിക്കൂർ കഴിഞ്ഞാൽ അവൾ തന്നെ അമ്മയുടെ അരികിലേക്ക് വന്നോളും. അനന്തൻ പറഞ്ഞതും ചെറുപുഞ്ചിരി മാത്രമായിരുന്നു ഭാനുവമ്മയിൽ ഉളവായത്. അത് മറ്റൊന്നും കൊണ്ടല്ല. ഇപ്പോൾ അനന്തൻ പറഞ്ഞില്ലെങ്കിലും ഭാനുവമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു, അല്പസമയം കഴിഞ്ഞാൽ കല്യാണി തൻ്റെ അരികിലേക്ക് വരുമെന്ന്. എന്തെന്നാൽ ആരേക്കാളും കല്യാണിയെ നല്ലതുപോലെ തനിക്കാണ് അറിയുന്നത്. അതുകൊണ്ടുകൂടിയാണല്ലോ ഭീഷണിപ്പെടുത്തിയും ഉപദ്രവിച്ചും അവളെ ഒരു മൂലയിലേക്ക് ഇരുത്തിയത്. ഓരോന്നോർക്കുമ്പോൾ വീണ്ടും ഭാനുവമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ഒപ്പം കണ്ണുകൾ ഇറുക്കിപ്പൂട്ടി മനസ്സിന്റെ വേദനയെ കടിച്ചമർത്തി. നീ അറിഞ്ഞോ വംശി, അവരെത്തിയെന്ന്? മുകളിൽ ബാൽക്കണിയിൽ ഇരിക്കുന്നവന്റെ അരികിലേക്ക് വന്നുകൊണ്ട് ജലജ പറഞ്ഞു. ഞാൻ കണ്ടു. ബാൽക്കണിയിൽ ഇരുന്ന് ചെമ്പകശ്ശേരിയുടെ മുറ്റം കാണാൻ കഴിയും. കാറ് വന്ന് നിൽക്കുന്നതും മിത്രയും അനന്തനും കുഞ്ഞും ഇറങ്ങുന്നതും ഒപ്പം പുറകിലായി കല്യാണി ഇറങ്ങുന്നതുമൊക്കെ വംശി കണ്ടിരുന്നു. നീ വരുന്നുണ്ടോ തറവാട്ടിലേക്ക്? കല്ലുമോളും ഉണ്ട്, അതിൻ്റെ കുഞ്ഞും. ഭർത്താവും രാത്രിയെ വരുമെന്ന് സരോജിനി പറഞ്ഞതാ. ഞാനൊന്ന് പോയി നോക്കട്ടെ, നീ വരുന്നെങ്കിൽ വാ. പറഞ്ഞുകൊണ്ട് ജലജ വേഗം സ്റ്റെപ്പുകൾ ഇറങ്ങി ചെമ്പകശ്ശേരിയിലേക്ക് നടന്നു. വേദനയുള്ള ഒരു പുഞ്ചിരിയോടെ വംശിയ ബാൽക്കണിയിൽ തന്നെ അല്പസമയം കൂടിയിരുന്നു. താൻ ചെയ്തു കൂട്ടിയ പ്രവർത്തികളെക്കുറിച്ചോർത്ത് പശ്ചാത്താപം തോന്നിക്കൊണ്ട് കൈവിട്ടുകളഞ്ഞ നിധിയെക്കുറിച്ചോർത്ത്. അനന്തൻ പറഞ്ഞതുപോലെ തന്നെ 1-2 മണിക്കൂർ കഴിഞ്ഞതും കല്യാണി ഭാനുവമ്മയുടെ അടുത്തേക്ക് എത്തിയിരുന്നു. അതും യാതൊരു ദേഷ്യവുമില്ലാതെ. അല്ലെങ്കിലും അമ്മയെപ്പോലെ കണ്ടയാളെ അങ്ങനെ വെറുക്കാൻ കഴിയില്ലല്ലോ. പോരാത്തതിന് കല്യാണി എന്താണെന്ന് അറിയാവുന്നവർക്കറിയാം, കുറച്ച് സമയം കഴിഞ്ഞാൽ അവളുടെ ദേഷ്യം മാറുമെന്നും പഴയതുപോലെ അമ്മയോട് പെരുമാറുമെന്ന്. ഭാനുവമ്മയ്ക്കും സന്തോഷമായി. കല്യാണിക്ക് തന്നോടുണ്ടായിരുന്ന വിരോധമൊക്കെ മാറിയിരിക്കുന്നു. അതായിരുന്നു ആ സന്തോഷത്തിന് കാരണം. നേരം വൈകുമോ കല്ലു? സന്ധ്യ കഴിഞ്ഞതും പുറത്തേക്ക് നോക്കിയിരിക്കുന്നവളോട് അരികിലേക്ക് മിത്ര വന്നുകൊണ്ട് ചോദിച്ചു. ഇല്ല ഏട്ടത്തി, എത്താനായി, ഞാൻ വിളിച്ചിരുന്നു. മിത്രയ്ക്ക് മറുപടി നൽകുന്നതിനോടൊപ്പം ഗേറ്റിന് പുറത്തു വന്നിരിക്കുന്ന വണ്ടിയിലേക്ക് കല്യാണിയുടെ ശ്രദ്ധ ചെന്നെത്തി. അവരെത്തി ഏട്ടത്തി. പുഞ്ചിരിയോടെ മിത്രയോട് പറഞ്ഞുകൊണ്ട് കോലായിൽ നിന്നും കല്യാണി പുറത്തേക്ക് ഇറങ്ങി വന്നു. ചെമ്പകശ്ശേരിയുടെ മുറ്റത്ത് വിഘ്നേഷിന്റെ കാറ് വന്നു നിന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും വിഘ്നേഷും കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും സൗദാമിനിയമ്മയും ഒപ്പം 1.5 വയസ്സ് പ്രായമുള്ള ഇച്ചു മോളും പുറത്തേക്കിറങ്ങി. കല്ലുമ്മേൻ്റെ ഇച്ചുമോള് വാ. അമ്മയുടെ കയ്യിൽ നിന്നും ഇച്ചുമോളെ കല്യാണി വാങ്ങിച്ചുകൊണ്ട് മോളുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. അവിടെ തന്നെ നിൽക്കാതെ എല്ലാവരും അകത്തേക്ക് കയറ്. കാറിന്റെ ശബ്ദം കേട്ടിറങ്ങിയ അനന്തൻ പുറത്തു നിൽക്കുന്നവരോട് പറഞ്ഞതും വിഘ്നേഷും സൗദാമിനിയമ്മയും അകത്തേക്ക് കയറി വന്നു. പുറകെ ഇച്ചുമോളെ കൊഞ്ചിച്ചുകൊണ്ട് കല്യാണിയും. ഇതേസമയം വിഘ്നേഷിന്റെ കണ്ണുകൾ ആ തറവാടിന് ചുറ്റും സഞ്ചരിക്കുകയാണ്. തൻ്റെ ഭാര്യ ഒരുപാട് വേദനിച്ചിടമായിട്ടാണ് അവൻ ആ തറവാട് തോന്നിയത്. കല്യാണിയുടെ രാത്രിയിലുള്ള സംസാരങ്ങളിൽ കൂടുതലും ഈ തറവാടും ഇവിടെ വെച്ച് അവൾ അനുഭവിച്ച വേദനകളുമാണെന്ന് അവൻ ഓർത്തു. മുകളിലത്തെ റൂം ശരിയാക്കിയിട്ടുണ്ട്, ഫ്രഷായിട്ട് വാ, യാത്ര ചെയ്ത് വന്നതല്ലേ. കല്ലു, ഇവർക്ക് റൂം കാണിച്ചു കൊടുക്കുക. അനന്തൻ പറഞ്ഞതും കല്യാണി അപ്പോൾ തന്നെ സൗദാമിനിയമ്മയും വിഘ്നേഷിനെയും കൂട്ടി മുകളിലേക്കുള്ള കോവണി കയറിയിരുന്നു. മോളെ തന്നേക്ക് മോളെ, ഞാൻ അവളെ ഒന്ന് കഴിയിക്കാം. വരുമ്പോൾ ജ്യൂസ് കുടിച്ച് ദേഹത്തൊക്കെ ആയിരുന്നു. കല്യാണിയുടെ കയ്യിൽ നിന്നും മോളെ എടുത്തുകൊണ്ട് സൗദാമിനിയമ്മ തനിക്ക് ചൂണ്ടിക്കാണിച്ച റൂമിലേക്ക് പോയി. മോക്ക് വാശിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? തങ്ങളുടെ റൂമിലേക്ക് നടക്കുന്നതിൻ്റെ വിഘ്നേഷിനോട് കല്യാണി ചോദിച്ചു. അവൾക്ക് വാശിയൊന്നും ഉണ്ടായിരുന്നില്ല. വേണി ഉണ്ടാകുമ്പോഴേ അവൾക്ക് വാശി കൂടും. പറയുന്നതിനോടൊപ്പം റൂമിലേക്ക് കയറി വിഘ്നേഷ് ഷർട്ടിൻ്റെ ബട്ടൺ അഴിക്കാൻ തുടങ്ങിയിരുന്നു. അടുത്ത മാസം അവർ ഇച്ചുമോളെ കൊണ്ടുപോകും അല്ലേ വിച്ചേട്ടാ? സങ്കടത്തോടെ പറയുന്നതോടൊപ്പം വിഘ്നേഷിൻ്റെ ബാക്കി വരുന്ന ബട്ടൺസ് കല്യാണി അഴിച്ചു കൊടുത്തു. പിന്നെ കൊണ്ടുപോകാതെ 2 മാസമായില്ലേ മോള് നമ്മുടെ കൂടെ? ഈ സമയം അച്ഛൻ്റെ അമ്മയുടെ സ്നേഹമാണ് കിട്ടേണ്ടത്. പിന്നെ മോളുടെ വിസ ശരിയാക്കാത്തത് കൊണ്ടല്ലേ അന്ന് അവർക്ക് മോളെ കൊണ്ടുപോകാൻ കഴിയാതിരുന്നത്. വിവി വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു മോളുടെ കാര്യങ്ങളൊക്കെ ഏകദേശം ശരിയായെന്ന്. മിക്കവാറും നെക്സ്റ്റ് മന്ത് മോളെയും കൊണ്ട് അവർ ലണ്ടനിലേക്ക് പോകും. വിഘ്നേഷ് പറയുമ്പോൾ കല്യാണിയിൽ വല്ലാത്ത വേദന നിറഞ്ഞു. 2 മാസമായിരിക്കുന്നു ഇച്ചുമോളുടെ അമ്മയായിട്ട്. പെട്ടെന്ന് വിട്ടുപിരിയുക എന്ന് പറഞ്ഞാൽ എന്താടാ ഭാര്യ, ആകെ ഡെസ്പായല്ലോ. തൻ്റെ അരികിൽ നിൽക്കുന്നവളുടെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് മുഖമുയർത്തി വിഘ്നേഷ് ചോദിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇച്ചുമോള് പോകുന്നതുകൊണ്ടാണോ?
കല്യാണിയുടെ നെറുകയിൽ ഒരു ചുംബനം നൽകിക്കൊണ്ട് അവളുടെ കണ്ണുകളിലെ കണ്ണുനീർ ഒപ്പിക്കൊടുത്തുകൊണ്ട് വിഘ്നേഷ് ചോദിച്ചതും അവൾ അവനെ ആഞ്ഞു പുണർന്നു. അയ്യേ, എന്താടോ ഭാര്യ താൻ ഇങ്ങനെ? ദേ എന്നെ നോക്കി. തന്നിൽ നിന്നും കല്യാണിയെ അടർത്തി മാറ്റിക്കൊണ്ട് തല കുനിച്ചിരിക്കുന്നവളുടെ മുഖം തനിക്ക് നേർക്ക് പിടിച്ചുകൊണ്ട് ചോദ്യമുയർത്തി വിഘ്നേഷ്. മോൾ അവളുടെ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ അല്ലേ പോകുന്നത്? അവൾക്കിപ്പോൾ വേണ്ടതും അവരുടെ കൂടെ തന്നെയാണ്. നമ്മൾ എത്ര സ്നേഹിച്ചാലും അച്ഛൻ്റെ അമ്മയുടെ സ്നേഹത്തോളം വരില്ല. എനിക്ക് സങ്കടമുണ്ട് ഇച്ചുമോൾ പോകുന്നതിൽ. പക്ഷേ പ്രാക്ടിക്കലായി ചിന്തിച്ചാൽ അവൾ അവരുടെ ഒപ്പം പോകുന്നതാണ് നല്ലത്. താൻ എന്തിനാണോ ടെൻഷനാവുന്നത്? ഇനി നമുക്കും ട്രൈ ചെയ്യാവുന്നതല്ലേ ഒരു കുഞ്ഞിന് വേണ്ടി? താനും ഫ്രീ, ഞാനും ഫ്രീ. അപ്പോൾ ഇന്നു മുതൽ നോക്കിയാലോ? കള്ളച്ചിരിയോടെ വിഘ്നേഷ് പറഞ്ഞതും അവനെ ആഞ്ഞു തള്ളി കല്യാണി. ഒന്ന് പോവിച്ചേട്ടാ. ഹാ, എൻ്റെ പെണ്ണ് നാണം വന്നു. ദേ ഇങ്ങ് വന്നേ. നാണത്തോടെ തന്നിൽ നിന്നും പിന്നോട്ട് നിന്നവളെ വലിച്ച് തൻ്റെ അരികിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി വിഘ്നേഷ്. എനിക്കും വേണടോ, എൻ്റെയും നിൻ്റെയും മാത്രമായ ഒരു കുഞ്ഞ്, നമ്മുടെ സ്വന്തം കുഞ്ഞ്. തൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഈ ഒരു പോസ്റ്റിംഗ് വരുന്നൊരു സമയമുണ്ട്. ആ സമയം നമുക്കൊരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നാലോ? വർഷം 2 കഴിഞ്ഞില്ലേ നമ്മൾ രണ്ടുപേരും ഒന്നായിട്ട്? ഇപ്പോൾ എല്ലാവരും ചോദിക്കാനും തുടങ്ങിയിരിക്കുന്നു. തൻ്റെ BEd കഴിഞ്ഞിട്ടേ ഒരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞെങ്കിലും എനിക്കും ആഗ്രഹമുണ്ട് നമ്മുടെ മാത്രമായൊരു കുഞ്ഞിനെ താലോലിക്കാൻ. എനിക്കും വേണം വിച്ചേട്ട ഒരു കുഞ്ഞിനെ. അവനെ ഇറുക്കി പിടിച്ച് പ്രണയത്തോടെ അവൾ പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ അവളുടെ ചുവന്നു തുടുത്ത ചുണ്ടിലേക്ക് എത്തിയിരുന്നു. ആ ചുണ്ടുകളെ കവരാനായി അരികിലേക്ക് ചെന്നതും അതേ സമയമായിരുന്നു അവരുടെ റൂം ഡോറിൽ തട്ടുന്ന ശബ്ദം കേട്ടത്. കറക്റ്റ് ടൈം. കല്യാണിയിൽ നിന്നും അകന്നു മാറി അരയ്ക്ക് കൈകുത്തി വിഘ്നേഷ് പറഞ്ഞതും കല്യാണി വാവൊത്തി ചിരിച്ചുപോയി. നീ ഇതൊരു മാറ്റിയില്ലേ വിക്കി? ഷർട്ട് മാത്രം അഴിച്ചു വെച്ച് വന്നപടി നിൽക്കുന്ന വിക്കിയെ കണ്ടതും സൗദാമിനിയമ്മ ചോദിച്ചു. ഇല്ല, ഫ്രഷാകാൻ പോവായിരുന്നു. പിന്നിലേക്ക് തിരിഞ്ഞവൻ വാപൊത്തിച്ചിരിക്കുന്നവളെ ഒന്ന് കണ്ണുരുട്ടിക്കൊണ്ട് അമ്മയോട് പറഞ്ഞു. ഞാൻ മോളെ തരാൻ വന്നതാ. കഴിച്ചിട്ടുണ്ട്, ഞാൻ ഒന്ന് കുളിക്കട്ടെ. പറയുന്നതിനോടൊപ്പം കിച്ചുമോളെ വിഘ്നേഷിൻ്റെ കയ്യിലേക്ക് കൊടുത്തു സൗദാമിനിയമ്മ. ഞാൻ മോളെ എടുക്കാം, വിച്ചേട്ടൻ പോയി കുളിച്ചിട്ടു വാ. സൗദാമിനിയമ്മ പോയതും വിച്ചുവിൻ്റെ കയ്യിൽ നിന്നും ഇച്ചുമോളെ വാങ്ങിക്കൊണ്ട് കല്യാണിയും പുറത്തേക്ക് പോയി. നിങ്ങൾ വരുമെന്ന് പ്രതീക്ഷിച്ചതല്ല. അത്രയും ഞാൻ കല്യാണിയെ ദ്രോഹിച്ചിരുന്നല്ലോ. വിഘ്നേഷിനെയും സൗദാമിനിയമ്മയും നോക്കി വേദനയോടെ ഭാനുവമ്മ പറയുമ്പോൾ വാതിലിൽ കുഞ്ഞിനെ നെഞ്ചോടടക്കി പിടിച്ചുകൊണ്ട് വേദനയോടെ കല്യാണി നിൽപ്പുണ്ടായിരുന്നു. അനന്തനും മിത്രയും ജലജയും കൂടി രാത്രിക്കുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കുകയാണ്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും നിങ്ങൾക്കും എന്നോട് ദേഷ്യം ഉണ്ടാകില്ലേ? എനിക്ക് നിങ്ങളെയൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, അതാ വിളിപ്പിച്ചത്. ഇനി എന്നെക്കൊണ്ടൊന്നും അവിടെ വന്ന് കാണാനൊന്നും കഴിയില്ല. ഇനി ഞാൻ എത്രയെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ കിടപ്പ് കിടക്കുക? അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. ജീവൻ തരുന്നതും ജീവൻ എടുക്കുന്നതും ഈശ്വരനല്ലേ. പൂർണ്ണ ആരോഗ്യവതിയായി ഭാനുമതിയമ്മ തിരിച്ചു വരും. ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും കല്ലുമോള് പറഞ്ഞിട്ട് എല്ലാവരെയും നല്ലതുപോലെ അറിയാം. ഭാനുഅമ്മയുടെ കൈകളിൽ പിടിച്ച് സൗദാമിനിയമ്മ പറയുമ്പോൾ ഭാനുഅമ്മയിൽ പുഞ്ചിരി ഉളവായി. തന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ, അതായിരുന്നു ആ പുഞ്ചിരിയുടെ അർത്ഥം. എന്നാൽ വിഘ്നേഷ് അവരെ നോക്കിയതല്ലാതെ ഒന്നും മിണ്ടുകയോ പുഞ്ചിരിക്കുകയോ ഒന്നും ചെയ്തില്ല. ആ റൂം വിട്ടിറങ്ങുന്നതുവരെ അവൻ അങ്ങനെ തന്നെയായിരുന്നു. നീ എന്താ വിക്കി അവരോടൊന്നും സംസാരിക്കായിരുന്നത്? റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും സൗദാമിനിയമ്മ വിഘ്നേഷിനോട് ചോദിച്ചു. എന്ത് സംസാരിക്കാൻ? അതിന് മാത്രം എനിക്ക് അവരുമായി യാതൊരു ബന്ധവുമില്ല. ഞാൻ അറിഞ്ഞ ഭാനുമതി അമ്മ എൻ്റെ കല്ലുവിനെ വേദനിപ്പിച്ച അമ്മയാണ്. അവളുടെ സ്വപ്നം പോലും തകർത്ത അമ്മയാണ്. ആ അമ്മയോട് ഞാനെന്ത് സംസാരിക്കാൻ? അത്രയും പറഞ്ഞുകൊണ്ട് അവൻ കോലായിലേക്ക് ഇറങ്ങി. അവൻ പറഞ്ഞതിനും ന്യായമുണ്ടെന്ന് തോന്നിയതും സൗദാമിനിയമ്മ പിന്നെ ഒന്നും തിരിച്ചു ചോദിച്ചില്ല. അവർ നേരെ അടുക്കളയിലേക്ക് നടന്നു. കോലായിലിരിക്കുന്ന വിഘ്നേഷിൻ്റെ അടുത്തേക്ക് ഇച്ചുമോളയും കൊണ്ട് കല്യാണി വന്നു. എന്താ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത്? അമ്മ അങ്ങനെ ചോദിച്ചതുകൊണ്ടാണോ? വിഘ്നേഷ് ഇരിക്കുന്നതിൻ്റെ അടുത്തേക്ക് കല്യാണിയും ഇരുന്നുകൊണ്ട് ചോദിച്ചതും കല്യാണിയുടെ കൈകളെടുത്ത് തൻ്റെ കൈകളിൽ പൊതിഞ്ഞു പിടിച്ചു വിഘ്നേഷ്. ഏയ്, അതൊന്നുമല്ല. നമുക്ക് നാളെ തന്നെ പോയാലോ എന്നാ. എനിക്കെന്തോ ഇവിടെ മാവ് കാണുമ്പോൾ നീ വേദനിച്ച നിമിഷങ്ങളാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. നിന്റെ കണ്ണീരാണ് എൻ്റെ കൺമുന്നിൽ കാണുന്നത്. അതോർത്തിട്ടാണ് എൻ്റെ സാർ ഇത്ര സങ്കടം എന്നാ കേട്ടോ. ഇപ്പോൾ ഏറ്റവും സന്തോഷവതി ഈ കല്യാണിയാണ്. സന്തോഷത്തിൻ്റെ ഏറ്റവും പ്രധാന കാരണം മറ്റൊന്നുമല്ല, ഈ തറവാട്ടിലുണ്ടായിരുന്ന നിമിഷങ്ങളിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ഈ നിമിഷങ്ങളിലാണ്. പേടിയില്ലാതെ ഇതുപോലെ ഇവിടെ ഇരിക്കുന്നത് ആദ്യമായിട്ടാണ്. അകത്തളങ്ങളിലെല്ലാം സ്വാതന്ത്ര്യത്തോടു കൂടി നടക്കുന്നത് ഇന്നാണ്. അനന്തൻ്റെ പെങ്ങളായി, അച്ഛൻ്റെ മോളായി, ഈ തറവാട്ടിലെ ഒരംഗമായി എന്നെ സ്വീകരിച്ച ദിവസമാണിന്ന്. ഞാൻ ഹാപ്പിയാണ് വിച്ചേട്ടാ. നാളെ ഒരു ദിവസം കൂടി എനിക്ക് വേണ്ടി എൻ്റെ വിച്ചേട്ടനൊന്ന് ക്ഷമിക്കുക. കൊഞ്ചലോടെ
സന്തോഷത്തോടെ കല്യാണി പറയുമ്പോൾ അവളുടെ നെറുകയിൽ ഒരു നറുചുംബനം നൽകി അവളുടെ സാറ്. ഒപ്പം ഇച്ചുമോളുടെ കവിളിലും ഒരു ഉമ്മ നൽകി. അവനിപ്പോൾ കല്യാണം ഒന്നും വേണ്ടെന്നാ പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? പഴയ വാശിയോ ദേഷ്യമോ ഒന്നും ഇല്ലെങ്കിലും അവൻ ഇപ്പോഴും പിടിച്ച പിടിയാത്താൻ നിൽക്കുക. എത്ര പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല. ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കുന്നതിനിടെ തൻ്റെ അരികിലുള്ള സൗദാമിനിയമ്മയോട് വംശിയുടെ കാര്യം പറയുകയാണ് ജലജ. എപ്പോഴും ഒറ്റാന്തരിയെ നിൽക്കാൻ കഴിയില്ലല്ലോ. ചെറിയ പ്രായവുമാണ്. അനന്തനും ഇത്രയും പറഞ്ഞറിയാം വംശി ഒരുപാട് മാറിയിട്ടുണ്ടെന്ന്. ഇപ്പോഴുള്ളൊരു മൂകതയൊക്കെ ഒരു പെണ്ണ് വന്ന് കയറിയാൽ തീരാവുന്നതേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യാനാ കല്ലുവിൻ്റെ അമ്മേ? തല്ലി അനുസരിപ്പിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞില്ലേ? പിന്നെ എന്താ, ഇപ്പം എന്നോട് ദേഷ്യപ്പെടാറൊന്നുമില്ല. മില്ലിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനിട്ട് ഇപ്പോൾ ഒന്നിനും നിർബന്ധിക്കാറുമില്ല. പഴയ വംശിയായി എനിക്ക് അവനെ കിട്ടിയാൽ മതി. പറയുമ്പോൾ ജലജയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എല്ലാം ശരിയാകും. ഇതുപോലെ ഞാനും ഒരുപാട് വേദനിച്ച ദിവസങ്ങളുണ്ടായിരുന്നു. നിങ്ങളുടെ അതേ അവസ്ഥയായിരുന്നു എനിക്ക്. എൻ്റെ മകനെക്കുറിച്ച് ഓർത്ത് ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. അവിടെ നിന്നും ദൈവം ഇപ്പോൾ എനിക്ക് അവൻ്റെ നല്ലൊരു ജീവിതം തന്നെ കാണിച്ചു തന്നില്ലേ? ശരിയാകും. വംശയുടെ ജീവിതത്തിലേക്കും ഒരു പെണ്ണ് കടന്നു വരും. അവനെ മനസ്സിലാക്കുന്ന ഒരു പെണ്ണ്. ജലജയെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും സൗദാമിനിയുടെ മനസ്സിലേക്ക് കടന്നുപോയത് 3 വർഷങ്ങൾക്ക് മുൻപുള്ള തൻ്റെ മകൻ്റെ അവസ്ഥയായിരുന്നു. അതേ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ വംശി കടന്നു ചെല്ലുന്നത് എന്നും സൗദാമിനിയമ്മ ഓർത്തു. ഞാൻ കടന്നുപോയ അവസ്ഥയിലൂടെ ഇപ്പോൾ ജലജയും കടന്നു പോകുന്നു എന്നും മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കുന്നൊരു പെൺകുട്ടിയുണ്ട് വംശിയുടെ അച്ഛൻ്റെ കുടുംബത്തിൽ. നയനയുമായുള്ള കല്യാണം ഉറപ്പിക്കുന്നതിന് മുൻപേ അവർ ആലോചനയുമേ വന്നതാണ്. അന്നേരമാണ് വംശിക്ക് നയനയെ ഇഷ്ടമാണെന്ന് പറയുന്നതും കല്യാണം ഉറപ്പിച്ചതൊക്കെയും. പിന്നീടുള്ളതൊക്കെ സൗദാമിനിയമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. ആ കുട്ടിക്ക് ഇപ്പോഴും വംശിയെ ഇഷ്ടമാണ്. ഒന്നുകൂടി അവർ ആലോചന കൊണ്ടുവന്നിരുന്നു. പക്ഷെ വംശിക്ക് തീരെ താല്പര്യമില്ല. അവന് സമയം വേണമെന്നാണ് പറയുന്നത്. ദേവുമോളാണെങ്കിൽ അവനെ കാത്തിരിക്കാനും തയ്യാറാണത്രേ. ഓ, അപ്പോൾ ജലജ പേടിക്കണ്ട. അല്പസമയം കഴിഞ്ഞായാലും വംശിക്ക് നല്ലൊരു ജീവിതം തന്നെ ഉണ്ടാവും. കേട്ടിട്ട് ആ കുട്ടിക്ക് വംശിയെ അത്രയ്ക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു. വംശിയെ മാറ്റിയെടുക്കാൻ ആ മോള് മതി. ബാക്കി ഞാൻ ചെയ്യാം. നീ ഇങ്ങനെ പിടയ്ക്കാതെ വേണേ. ഞാനും തൊട്ടതുപോലും ഇല്ലല്ലോ. അരികിൽ കിടക്കുന്നവളുടെ ദേഹത്തേക്ക് വിഘ്നേഷ് അല്പം ചാഞ്ഞതും കല്യാണി പിടഞ്ഞു മാറുകയായിരുന്നു. എൻ്റെ വിച്ചേട്ടാ, എനിക്ക് നാണമാവുന്നു. അവൾ മുഖത്ത് കൈകൾ പൊത്തിപ്പിടിച്ച് കൊഞ്ചലോടെ പറഞ്ഞതും അവളെ പിടിച്ച് തന്നെ അരികിലേക്ക് ചേർത്ത് കിടത്തി വിഘ്നേഷ്. അതിന് ഞാൻ കാണാത്ത എന്തെങ്കിലും ഉണ്ടോ അതെനിക്ക്? അവളുടെ ചെവിയോരം വിക്കി പതിയെ മന്ത്രിച്ചതും അവളൊന്ന് കുളിരണിഞ്ഞു പോയി. നമുക്ക് നോക്കാം, നമ്മുടെ സ്വന്തം കുഞ്ഞിനായി. വീണ്ടും അവളുടെ ചെവിയോരം മന്ത്രിച്ചതും കല്ലുവിൻ്റെ കണ്ണുകൾ വിക്കിയുടെ കണ്ണുകളുമായി കൂട്ടിയിണക്കി. കല്ലുവിൻ്റെ കണ്ണുകൾ വിടരുകയും ചെയ്തു. സ്വന്തം കുഞ്ഞ്, അത് അവളുടെ സ്വപ്നമാണ്. പഠിത്തം പൂർണ്ണമായതിനു ശേഷം മാത്രം സ്വന്തമായൊരു കുഞ്ഞ് എന്നൊരു ശാഠ്യത്തിൽ നിൽക്കുകയായിരുന്നു വിഘ്നേഷ്. അതൊരു പക്ഷേ കല്യാണിയുടെ ഭാവിയെക്കുറിച്ച് ഓർത്തുകൊണ്ട് മാത്രം തൻ്റെ ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുകയായിരുന്നു അവൻ. പറയടോ, എൻ്റെയും നിൻ്റെയും മാത്രമായി ഒരു വാവയെ നമുക്ക് വേണ്ടേ? അതും ഈ തറവാട്ടിൽ വെച്ച് തന്നെ നമ്മുടെ വാവയ്ക്ക് വേണ്ടി ശ്രമിച്ചാലോ? പ്രണയത്തോടെ അവളോടുള്ള എല്ലാ വികാരങ്ങളോടെയും വിഘ്നേഷ് ചോദിച്ചതും കണ്ണുകൾ ചിമ്മിക്കൊണ്ട് അവൾ സമ്മതം മൂളി. ആ ഒരു നിമിഷത്തിനായി അവളും കാത്തു നിൽപ്പായിരുന്നു. തൻ്റെ സാറിൻ്റെ ചോര തൻ്റെ ഉദരത്തിൽ തുടിക്കണമെന്നത് അവളുടെയും വലിയൊരാഗ്രഹമാണ്. കല്യാണിയുടെ പൂർണ്ണ സമ്മതം കിട്ടിയതും അവളെ വലിച്ച് തൻ്റെ നഗ്നമായ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് അവളെ പൂണ്ടടക്കം പുണർന്നുകൊണ്ട് അവൻ ഓരോ ദിശയിലേക്കും സഞ്ചരിച്ചു. ചുവന്ന തുടുത്ത ചുണ്ടുകളിലൂടെ ആഴ്ന്നിറങ്ങിയവൻ അവളുടെ ഓരോ സിരകളെയും സ്വന്തമാക്കുകയായിരുന്നു. നിമിഷങ്ങൾ കഴിയുന്തോറും പരസ്പരം ഇണചേരുമ്പോൾ അവരിലെ അകലം കുറയ്ക്കുന്നതെല്ലാം നിലത്തേക്ക് ചിതറി വീഴുന്നുണ്ടായിരുന്നു. വീണ്ടും വീണ്ടും അവളെ പ്രാപിക്കുമ്പോൾ അവൻ എന്ന പുരുഷൻ വീണ്ടും വീണ്ടും ഉണരുകയായിരുന്നു. നിന്നിലെ സിരയിൽ എന്നിലെ വികാരങ്ങൾ പുറന്തള്ളുമ്പോൾ അവിടെ ജന്മമാകുന്നത് മറ്റൊരു സുഹൃതമാണ്. അവരൊന്നിക്കുകയാണ്. വീണ്ടും വീണ്ടും പ്രണയിച്ചുകൊണ്ട്, വീണ്ടും വീണ്ടും പുണർന്നുകൊണ്ട്, ചുംബനങ്ങൾ കൊണ്ട് അവളെ പൊതിഞ്ഞുകൊണ്ട്, ഓരോ അണുവിനെയും സ്വന്തമാക്കി അവനിലെ തുള്ളികൾ അവളിലേക്ക് ലയിക്കുമ്പോൾ അവിടെ മധുരമുള്ളൊരു സ്വരം ഉണരുകയാണ്. എൻ്റേത് മാത്രമാണ് എന്നർത്ഥത്തിൽ. വേദനയില്ലാതെ സുഖങ്ങൾ അറിഞ്ഞുകൊണ്ട് അവളിലെ സ്ത്രീയെ ഉണർത്തി അവനിലെ ഓരോ തഴുകലിലും കുളിരേകി അവളെന്ന സ്ത്രീയും അവനെ ലയിച്ചു ചേരുകയായിരുന്നു. പുതിയ വസന്തങ്ങൾ തീർത്ത് അവളെന്ന പെണ്ണിനെ പൂർണ്ണമായി അറിഞ്ഞതിന് ശേഷം അവൻ തളർന്നു വീഴുമ്പോൾ അവനെ മുറുകെ പിടിച്ച് അവൻ്റെ നെഞ്ചോരം ചാഞ്ഞ് അവളുടെ നഗ്നമാകുന്ന മാറിടങ്ങൾ പോലും അവനെ തഴുകിക്കൊണ്ട് സുഖനിദ്രയെ അവർ ക്ഷണിക്കുകയായിരുന്നു. പുതിയൊരു ഉത്ഭവത്തിന് വേണ്ടി, പുതിയൊരു ജീവിതത്തിന് വേണ്ടി, പുതിയൊരു സുഖനിദ്രയ്ക്ക് വേണ്ടി.
എല്ലാവരോടും യാത്രയും പറഞ്ഞ് തറവാട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ഒരിക്കൽ പോലും വംശിയെ കാണണമെന്നൊരാഗ്രഹം കല്യാണിയിൽ ഉണ്ടായിരുന്നില്ല. അനന്തനും മിത്രയും കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞേ കൊച്ചിയിലേക്കുള്ളൂ. ഭാനുവമ്മയുടെ അവസ്ഥ കുറച്ച് മോശമാണ്. തറവാട്ടിൽ കൂടുതൽ ആളുകൾ ഉണ്ടായേ മതിയാകൂ എന്നൊരു അവസ്ഥയിലായി. കൊച്ചിയിലേക്ക് വിഘ്നേഷിനോടൊപ്പം സൗദാമിനിയമ്മയും കല്ലുവും ഇച്ചുമോളും മാത്രം. എല്ലാവരോടും യാത്രയും പറഞ്ഞ് കാർ ചെമ്പകശ്ശേരിയിൽ നിന്നും പുറത്തേക്ക് കടന്നു. ഇതേ സമയം തൻ്റെ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്നും ചെമ്പകശ്ശേരി മുറ്റത്തുള്ള ദൃശ്യങ്ങളൊക്കെയും വംശി കാണുന്നുണ്ടായിരുന്നു. എല്ലാവരെയും കണ്ട് പരിഭവം തീർക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അവനെന്തോ ആരെയും മുഖത്തോട് മുഖം നോക്കുവാൻ കഴിയുന്നില്ല. ചിലപ്പോൾ താൻ ചെയ്ത തെറ്റിൻ്റെ ആഴം മനസ്സിലാക്കിയതുകൊണ്ടാകാം, വീണ്ടും വീണ്ടും കല്യാണിയെ വേദനിപ്പിച്ചതുകൊണ്ടാകാം, തെറ്റ് തിരുത്താൻ അവൻ ശ്രമിക്കുകയാണ്. കാറ് ചെമ്പകശ്ശേരിയിൽ നിന്നും പോകുമ്പോൾ അവൻ്റെ മനസ്സ് എന്തിനൊക്കെയോ വേദനിച്ചു. നഷ്ടപ്പെടുത്തിയ വജ്രത്തെ ഓർത്ത് അവൻ്റെ മനസ്സ് കുറ്റബോധം കൊണ്ട് നേറി. നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? നിനക്കൊന്ന് ചെമ്പകശ്ശേരിയിൽ വരാമായിരുന്നു. അനന്തൻ നിന്നെ അന്വേഷിച്ചു. എല്ലാവരും പോയി കഴിഞ്ഞതും ജലജ തൻ്റെ വീട്ടിലേക്ക് വന്നതായിരുന്നു. അതേസമയം മകൻ ബാൽക്കണിയിൽ തന്നെ നിൽപ്പുണ്ടാകുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ജലജ വംശിയുടെ അടുത്തേക്ക് വന്നു പറഞ്ഞു, ഞാൻ കണ്ടു എല്ലാവരെയും. അമ്മയോട് പറഞ്ഞതിനോടൊപ്പം അവൻ്റെ തല താഴ്ന്നു. മകൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ അമ്മ അവൻ്റെ അരികിലേക്ക് വന്നു നിന്നു. ഒപ്പം തല താഴ്ത്തിയവൻ്റെ മുടിയിഴകളിൽ തലോടി ആശ്വസിപ്പിക്കാൻ നോക്കി. എന്നാൽ അതേ സമയമായിരുന്നു വലിയൊരു പൊട്ടിക്കരച്ചിലൂടെ തൻ്റെ അമ്മയുടെ അരികിൽ മുറുകെ പിടിച്ച് വംശി കരഞ്ഞത്. പ്രതീക്ഷിക്കാതെ അവൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു നീക്കമുണ്ടായതും ജലജ ഞെട്ടിയെങ്കിലും അവനോടൊന്നും ചോദിക്കാനോ പറയാനോ നിന്നില്ല. അവൻ്റെ മുടിയിഴകളിൽ തലോടി അമ്മ ആശ്വസിപ്പിക്കുക തന്നെ ചെയ്തു. അമ്മയ്ക്കറിയാം തൻ്റെ മകൻ്റെ മനസ്സിപ്പോൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന്. ചെയ്തുപോയ തെറ്റുകൾ തിരിച്ചറിഞ്ഞിരിക്കുന്നുവെന്ന്. ഈ ഒളിച്ചോട്ടം തന്നെ അതിൻ്റെ സൂചനകളാണെന്ന്. ഇനിയും തൻ്റെ മകൻ്റെ മനസ്സ് നീറാൻ പാടില്ല. അതിന് എത്രയും പെട്ടെന്ന് വംശിയുടെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വരണമെന്ന് ജലജ ഉറപ്പിച്ചു. അവർ അത്രയും ക്ഷണിച്ചതല്ലേ, നിനക്ക് പോകായിരുന്നു. ഇതിപ്പോൾ അമ്മയെ മാത്രം പറഞ്ഞയച്ചത് തെറ്റായി പോകുമോ? വംശിയും വിളിച്ചതല്ലേ. തൻ്റെ പെണ്ണിനെ അറിഞ്ഞ ക്ഷീണത്താൽ കിടക്കുമ്പോൾ നാളെ നടക്കാൻ പോകുന്ന വിവാഹത്തെക്കുറിച്ചായിരുന്നു വിഘ്നേഷിൻ്റെ ചിന്തകൾ. എന്താടോ താനൊന്നും പറയാത്തത്? നഗ്നമേനിയാൽ കിടക്കുന്ന തൻ്റെ പെണ്ണിനെ വലിച്ച് തൻ്റെ നെഞ്ചോരം ചേർത്തുകൊണ്ട് അവളുടെ നെറുകയിലൊന്ന് ചുംബിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അവൻ്റെ നറുചുംബനം കിട്ടിയതും അവളും അവൻ്റെ കവിളിൽ ഒന്ന് ചുംബിച്ചതിന് ശേഷം തൻ്റെ സാറിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എത്ര തന്നെ വംശേട്ടൻ മാറിയാലും, എത്ര തന്നെ നല്ലവനായാലും, പുതിയൊരു മനുഷ്യനായാലും, വിവാഹം കഴിഞ്ഞാലും എൻ്റെ മനസ്സിൽ ആ മനുഷ്യൻ്റെ സ്ഥാനം എന്നും പഴയത് തന്നെയാണ് വിച്ചേട്ടാ. അത്രമാത്രം വംശിയോട് വെറുപ്പ് കല്യാണിക്കുണ്ടെന്ന് അവളുടെ ആ പ്രവൃത്തിയിൽ അവന് മനസ്സിലായി. ഞാൻ അനുഭവിച്ച വേദന യാതനകൾ അത് എത്ര മാപ്പ് പറഞ്ഞാലോ ക്ഷമ ചോദിച്ചാലോ കാലു പിടിച്ചാലോ തീരാവുന്നതല്ല വിച്ചേട്ടാ. വേദന കൊണ്ട് നേറുമ്പോൾ ഇതാ ഇപ്പോൾ വിച്ചേട്ടൻ പിടിച്ചതുപോലെ ആരെങ്കിലും എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്ന രാത്രികളായിരുന്നു അയാളോടൊപ്പം ഉണ്ടാകുമ്പോൾ എനിക്കുണ്ടായത്. അതൊക്കെ മറന്ന് അയാളെ സ്നേഹിക്കാൻ എന്നെക്കൊണ്ടാവില്ല. അയാളുടെ മുഖത്തേക്ക് സ്നേഹത്തോടൊന്ന് നോക്കുവാൻ പോലും എന്നെക്കൊണ്ടാവില്ല. അത് ഈ ജന്മം തീരുന്നതിൻ്റെ ഈ കല്യാണിയെ കൊണ്ടാവില്ല. പറഞ്ഞു കഴിയുമ്പോൾ പകയാർന്ന് അവളുടെ കണ്ണുകളിൽ നിന്നും നീർച്ചാലുകൾ ഒഴുകി. അത് കണ്ടതും തൻ്റെ പെണ്ണിനെ ഒന്നുകൂടി ആഞ്ഞു പുണർന്നുകൊണ്ട് അവളുടെ കണ്ണുനീരിനെ തൻ്റെ ചുണ്ടുകളിൽ ഒപ്പിയെടുത്തു അവൻ. ഒരിക്കലും നിന്റെ ഈ കണ്ണുനീർ ഒഴുക്കിവിടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന അർത്ഥത്തിൽ. നല്ല മോളാണ്, വംശിക്ക് ചെയ്യുന്നുണ്ട്. ആ കുട്ടിക്ക് പണ്ടേ വംശി ഇഷ്ടമാണത്രേ. അതിനിടയിലല്ലേ വംശിക്ക് ആ വൃത്തികെട്ടുകളുമായി ഇഷ്ടം തോന്നിയത്. കല്യാണം കഴിഞ്ഞു വന്നതിന് ശേഷം അവിടുത്തെ വിശേഷം പറച്ചിലാണ് സൗദാമിനിയമ്മ. വംശി എങ്ങനെയായിരുന്നു? ഹാപ്പി ആയിരുന്നു അമ്മേ? കല്യാണി എല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും തിരിച്ചൊന്നും ചോദിച്ചില്ല. സൗദാമിനിയമ്മയോട് ഓരോന്ന് ചോദിക്കുന്നത് വിഘ്നേഷാണ്. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് വ്യക്തമായി മനസ്സിലായില്ല. ആള് ചിരിക്കുന്നൊന്നുമില്ല, പിന്നെ ഒന്നിനും എതിർപ്പൊന്നും കാണിക്കുന്നില്ലായിരുന്നു. പക്ഷെ പെൺകുട്ടി നല്ല സന്തോഷത്തിലായിരുന്നു. ആ കുട്ടിക്ക് അത്ര ഇഷ്ടമായിരുന്നു എന്ന് തോന്നുന്നു വംശിയെ. കാണാൻ നല്ല ചേലുണ്ട് ആ കുട്ടി. വംശിക്ക് നല്ലതുപോലെ ഇണങ്ങുന്നുണ്ട്. വംശിയോ? അവനെങ്ങനെയുണ്ട്? അന്ന് ഞാൻ കണ്ട വംശിയൊന്നുമല്ല ഇപ്പോൾ അവിടെ ഞാൻ കണ്ടത്. വംശിക്ക് ഒരുപാട് മാറ്റങ്ങളുള്ളതുപോലെ. തടിച്ചു വീർത്ത ശരീരമൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ആട്ടെ, നല്ലൊരു ജീവിതം ജീവിച്ച് തീർത്താൽ മതിയായിരുന്നു. പറയുന്നതോടൊപ്പം സൗദാമിനിയമ്മ അവരുടെ അരികിൽ നിന്നും എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. നിനക്കറിയാമോ വംശി കല്യാണം കഴിച്ച പെൺകുട്ടിയെ? അമ്മ പോയി കഴിഞ്ഞതും തൻ്റെ അരികിലായിരിക്കുന്നവളുടെ മുടിയിഴകളിൽ തഴുകിക്കൊണ്ട് ചോദിക്കുമ്പോൾ അറിയാമെന്ന മട്ടിൽ കല്യാണി മൂളി. കല്യാണിയുടെ താല്പര്യമില്ലായ്മ മനസ്സിലായതും വിഘ്നേഷ് പിന്നീട് അതിനെക്കുറിച്ചൊന്നും ചോദിച്ചതുമില്ല. എനിക്ക് കുറച്ച് സമയം വേണം ദേവു.
അമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഞാനൊരു കല്യാണത്തിന് ഒരുക്കമായത്. രാത്രിയിൽ സെറ്റ് സാരി എടുത്ത് പാൽ ഗ്ലാസുമായി അകത്തേക്ക് കയറി വന്നവളോട് ആദ്യം വംശി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. എന്നാൽ അവൻ പറഞ്ഞത് കേട്ടവളിൽ ചെറു പുഞ്ചിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം അറിയാമെന്ന ഭാവമായിരുന്നു ദേവുവിന്. ഞാൻ പറയാതെ തന്നെ എല്ലാം നിനക്കറിയാമെന്ന് ഞാൻ കരുതുന്നു. കുറച്ച് സമയം എനിക്ക് നീ തരണം. എന്ന് വെച്ച് നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. ഒരു പുതിയ ജീവിതം തുടങ്ങാൻ എൻ്റെ മനസ്സ് പ്രാപ്തിയാകുന്നവരെ താൻ കാത്തിരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. വംശി പറഞ്ഞു തീർന്നതും അവൻ്റെ അരികിലേക്ക് ദേവു എത്തിയിരുന്നു. ഒപ്പം താഴ്ന്നിരിക്കുന്ന അവൻ്റെ കൈകളിലേക്ക് അവൾ പിടുത്തമിട്ടു. എനിക്കൊന്നും വേണ്ട, എൻ്റെ കൺമുന്നിൽ ഇങ്ങനെയുണ്ടല്ലോ, അത്രമാത്രം മതി. പിന്നെ ദാ ഈ താലി, ഇയാളുടെ കൈയോടുകൂടിയുള്ള ഈ താലിയാണ് ഈ ദേവുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. വംശിയേട്ടനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. സമയം തരാം, വേണമെങ്കിൽ ഈ ജീവിതകാലം മുഴുവൻ സമയം തരാം. പക്ഷേ എന്നെ വിട്ടുപോകാൻ പാടില്ല. എന്നെ എവിടെയും തനിച്ചാക്കരുത്. ഈ സാമീപ്യം മാത്രം മതി എനിക്ക്. അത്രമാത്രം ഞാൻ വംശേട്ടനെ ഇഷ്ടപ്പെടുന്നു. വംശേട്ടൻ്റെ മനസ്സ് ശാന്തമാകുന്നതുവരെ ഒരു ശല്യത്തിന് ഞാൻ വരില്ല. എൻ്റെ നിഴൽവട്ടം പോലും വംശേട്ടന് ശല്യമാകില്ല. ചെറുപുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈകളിൽ നിന്നും ദേവു പിടിവിട്ടു. ഒരു വേള പെണ്ണിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വാക്കുകൾ കേട്ടതും ആ പെണ്ണിനെ അത്ഭുതത്തോടെ നോക്കുകയായിരുന്നു വംശി. എന്നാൽ വീണ്ടും അവന് ചെറുപുഞ്ചിരി കൈമാറിക്കൊണ്ട് തൻ്റെ സാരിത്തലപ്പ് മുന്നോട്ട് വെച്ച് അവൾ ബെഡിൻ്റെ അരികിലേക്ക് ചേർന്ന് കിടന്നിരുന്നു, കാത്തിരിക്കാം എന്ന മട്ടിൽ. കല്യാണി വിഘ്നേഷ് ലേബർ റൂമിൽ നിന്നും പുറത്തേക്ക് വന്ന സിസ്റ്റർ ഉറക്ക വിളിച്ച് ചോദിച്ചതും വിഘ്നേഷും സൗദാമിനിയമ്മയും അനന്തനും മിത്രയും ജലജയും എല്ലാവരും വേഗം നേഴ്സിൻ്റെ അരികിലേക്ക് വന്നു. ആൺകുട്ടിയാണ്, സുഖപ്രസവം. ചെറുപുഞ്ചിരിയോടെ നേഴ്സ് പറഞ്ഞതും അവിടെയുള്ളവരുടെയൊക്കെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അല്പം മുമ്പ് വരെ കലങ്ങിയിരുന്ന മനസ്സിൽ പുതുനാദം രചിച്ചു. സിസ്റ്റർ കല്യാണി, സന്തോഷ കണ്ണുനീരാലെ വിഘ്നേഷ് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, സുഖപ്രസവമായതുകൊണ്ട് 2 മണിക്കൂർ കഴിഞ്ഞാൽ വാർഡിലേക്ക് അമ്മയും കുഞ്ഞിനെയും ഷിഫ്റ്റ് ചെയ്യും. കുഞ്ഞിനെ ഇപ്പോൾ കൊണ്ടുവരും, നേഴ്സ് പറഞ്ഞുകൊണ്ട് ലേബർ റൂമിലേക്ക് തന്നെ തിരിച്ചു കയറി. പിന്നീട് കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളായിരുന്നു. അമ്മയെയും കുഞ്ഞിനെയും കാണാൻ. രണ്ടുപേരെയും കണ്ട ഞാൻ ഇന്നേനെ കണ്ണൂർക്ക് മടങ്ങും. കല്യാണിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമേ ഉണ്ടായിരുന്നില്ല. ദേവു എന്നെ തള്ളി പറഞ്ഞു വിട്ടത്. എൻ്റെ വെപ്രാളം കണ്ടിട്ട് അമ്മ പോയിട്ട് വാ എന്ന് പറഞ്ഞു. ഇപ്പോൾ അവളുടെ കൂടെ വംശിയുണ്ട്. ഈ സമയം തനിച്ചാക്കി വരാൻ കഴിയില്ലല്ലോ പെണ്ണിനെ. വംശിയുടെ ഭാര്യയ്ക്ക് ഇത് 4-ാം മാസമല്ലേ? സൗദാമിനിയമ്മ ചോദിച്ചതും ജലജ അതേ എന്ന മട്ടിൽ തലകുലുക്കി. പിന്നെയും സമയം നീങ്ങിയതും വെള്ളട്ടവലിൽ പൊതിഞ്ഞൊരു കുഞ്ഞു പൈതലിനെ നേഴ്സ് മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ലേബർ റൂമിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നു. കുഞ്ഞിനെ വാങ്ങിച്ചോളൂ, അമ്മയെ അല്പസമയം കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റും. കുഞ്ഞിനെയും കൊണ്ട് റൂമിലേക്ക് പോയിക്കോളൂ, നേഴ്സ് പറഞ്ഞുകൊണ്ട് ആ പിഞ്ചു കുഞ്ഞിനെ സൗദാമിനിയമ്മയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു. പിന്നീട് ഓരോരുത്തരായി കുഞ്ഞിനെ വാങ്ങിച്ച് അതിനെ താലോലിച്ചു. എല്ലാവരും റൂമിലേക്ക് പോയപ്പോൾ വിഘ്നേഷ് ആ ലേബർ റൂമിൻ്റെ പുറത്തു തന്നെ നിൽപ്പുണ്ടായിരുന്നു. തൻ്റെ ജീവനെ തന്നവളെ കാണാനുള്ള തിടുക്കം അവനിൽ കൂടി. കല്യാണിയെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഒരു വേള തൻ്റെ പ്രിയതമനെ ലേബർ റൂമിൻ്റെ പുറത്ത് കല്യാണി കണ്ടതും പുഞ്ചിരിയോടെ അവൾ അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. കുഞ്ഞ്, അമിത സന്തോഷത്തോടെ കല്യാണി ചോദിച്ചതും റൂമിലുണ്ടെന്ന് വിഘ്നേഷ് പറഞ്ഞു. ഒപ്പം അവിടെ വെച്ച് തന്നെ തൻ്റെ പെണ്ണിൻ്റെ നെറുകയിൽ അവനൊരു സ്നേഹ ചുംബനവും നൽകി. തൻ്റെ ജീവിതം പൂർണ്ണമാക്കിയതിനുള്ള ചുംബനം. ആ ചുംബനം നിറമനസാലെ കല്യാണി ഏറ്റുവാങ്ങുകയും ചെയ്തു. കരിഞ്ഞെരിയുന്നുണ്ടായിരുന്ന തൻ്റെ ജീവിതത്തിലേക്ക് പുതുവെളിച്ചം നൽകിയവൻ്റെ ചുംബനം അവൾ സ്നേഹത്തോടെ തന്നെ സ്വീകരിച്ചു.